Good evening, friends. I am Susan John, a member of the Namakapadam group. To start with, I call upon our versatile young member, Miss Catherine Liju from Kanyarapalli, to lead us in prayer. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തിന്നലേ രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാതനീ പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. Namakapadam is an informal group of like-minded people, lovers of old Christian songs, hymns especially. We meet daily on the Zoom platform from 7 to 8 p.m. Now, today's session is going to be a different one. I take this opportunity to welcome a very distinguished guest, Professor Koshi Talakal, ex-faculty of Bishop Moore College, Mavelikira, where he used to teach Malayalam language and literature for over 30 years. Sir is also well known as a hymn writer, having composed 150 devotional songs, Christian songs, which includes many classic ones. And for the last several years, Sir is settled in the US. So for this session, he will join us on the Zoom platform live from Philadelphia in USA. So let us all wait prayerfully and patiently to hear Sir what he needs to share with us this evening. So over to Koshi Sir now. Thank you. നമുക്ക് പാടാം എന്ന ഈ ഗാന ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച എബി എബ്രഹാമിനോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ആമുഖമായി അറിയിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആമുഖമായി അഭിവാദ്യം ചെയ്യുന്നു. ഏതാണ്ട് 5 ദശലക്ഷത്തിൽ ഏറെ വരുന്ന ആരാധന കീർത്തനങ്ങളുടെ ഒരു അമൂല്യ രത്നശേഖരത്തിന് ഉടമകളാണ് ക്രൈസ്തവർ. 6500-ൽ പരം ഗാനങ്ങൾ എഴുതിയ മെത്തഡിസത്തിന്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ചാൾസ് വെസ്ലി, 8000-ൽ പരം ഗാനങ്ങൾ എഴുതിയ അന്ധ കവിയത്രിയായ ഫാനി ജെ ക്രോസ്ബി, ഏതാണ്ട് 200 ഗാനങ്ങൾ മാത്രം എഴുതിയ ഐസക് വാട്ട്സ് തുടങ്ങി നമ്മുടെ നാട്ടിലെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി മുതൽ മോശവത്സലം ശാസ്ത്രിയാർ മുതൽ KV സൈമൺ മുതൽ ഉള്ള ഗാന
രചയിതാക്കളുടെ ആ വലിയ സമ്പന്ന പാരമ്പര്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ചെറിയ കണ്ണിയായി ദൈവം എന്നെ വിളക്കി ചേർത്തതോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പാട്ടെഴുത്തുകാരനല്ല എന്ന് എല്ലായിടത്തും പറയാറുണ്ട്. പാട്ടെഴുത്തുകാരനല്ല എന്ന് പറയുവാൻ കാരണം എനിക്കൊരു സംഗീതോപകരണവും വായിക്കാൻ അറിഞ്ഞുകൂടാ. സംഗീതം ചെയ്യുവാൻ, ട്യൂൺ ചെയ്യുവാൻ യാതൊരു പ്രാഗൽഭ്യവുമില്ല. കവിത എഴുതും ചെറുപ്പം മുതലേ എന്ന ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലെ പ്രസിദ്ധമായ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി ഞാൻ എഴുതിയിരുന്നു. മലയാളത്തിലെ ഏറ്റവും നിലവാരമുള്ള പ്രസിദ്ധീകരണമാണല്ലോ മലയാള മനോരമയുടെ ഭാഷാഭൂഷണി. അതിലൊക്കെ കവിതകൾ എഴുതുമായിരുന്നു. ആ ഒരു കാവ്യ പാരമ്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരുവിധം പാട്ട് പാടുമായിരുന്നു എന്നും മാത്രമാണ് എനിക്കൊരു പാരമ്പര്യം അല്ലെങ്കിൽ കഴിവ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. പാട്ട് എഴുതുവാനും സംഗീതം കൊടുക്കുവാനും ഉള്ള യാതൊരു പരിശീലനവും എനിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പാട്ടെഴുത്തുകാരനാണ് എന്ന് പറയുന്നതിന് പലപ്പോഴും മടിക്കാറുണ്ട്. ഞാൻ പാട്ടെഴുത്തുകാരനല്ല. അതുകൊണ്ട് ഞാനൊരു കേട്ടെഴുത്തുകാരനാണ് എന്ന് ഞാൻ സാധാരണ പറയും. ക്ലാസ്സുകളിൽ അധ്യാപകർ കേട്ടെഴുത്തെഴുതുമ്പോൾ പറയുന്ന വാക്കുകൾ അതുപോലെ എഴുതിയെടുക്കുക, തെറ്റുകൂടാതെ എഴുതിയെടുക്കുക എന്നുള്ളതാണല്ലോ കേട്ടെഴുതുന്ന ആളിന്റെ ഉത്തരവാദിത്വം, ഒരു സ്റ്റുഡന്റിന്റെ ഉത്തരവാദിത്വം. ഞാൻ അതുപോലെ കേട്ടെഴുതുന്ന ഒരാളാണ്. പറഞ്ഞു തരുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവാണ്. കർത്താവ് പാട്ടുകൾ പാടിത്തരുന്നു. കർത്താവ് ഒരു പാട്ടുകാരനായിരുന്നു കേട്ടോ. പാട്ട് അവര് അന്ത്യാത്താഴത്തിന് ശേഷം സ്തോത്രം പാടിയതിനു ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി എന്നൊരു വാക്യമുണ്ട്. ഒറ്റ വാക്യം, ഒരു ഖണ്ഡികയാണ്. അവിടെ യേശു കർത്താവ് സങ്കീർത്തനങ്ങൾ പാടി ആലപിച്ച് ഗതശമനയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോ സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോകുന്ന ഒരു യേശു കർത്താവ്. യേശു കർത്താവ് തരുന്ന ഗാനങ്ങൾ ട്യൂണും വേഴ്സും ഒക്കെ ഒരുപോലെ തരുന്നു. ഞാൻ അത് എഴുതിയെടുക്കുന്നു എന്ന് മാത്രം. ഇത് ഞാൻ വേഴ്സ് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ല. വേഴ്സും ട്യൂണും ഒരുപോലെ, ഇറ്റ് കംസ് ഓൾ ടുഗദർ, ഒന്നിച്ചു വരികയാണ്. അതൊന്നിച്ചു വരുന്നത് ഒരിക്കലും ഞാൻ മറക്കാറില്ല. അത് ആവർത്തിച്ച് പാടുകയും പകർത്തുകയും ചെയ്യും. അതാണ് എൻ്റെ രീതി. അതുകൊണ്ട് ഞാനൊരു കേട്ടെഴുത്തുകാരനാണ്. യഹോവയായ ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പാട്ട് പറഞ്ഞു തരാം, നീ അത് എഴുതിയെടുക്കണം, എന്നിട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം പാട്ട് പറഞ്ഞു കൊടുത്തു. മോശ അത് എഴുതിയെടുത്തു. യോശുവയെ പഠിപ്പിച്ചു. യോശുവ ദൈവജനത്തെ പഠിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 31 വേഴ്സ് 19 യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്ന വചനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാട്ട് ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 1 to 44, 44 വാക്യങ്ങളിൽ ദീർഘമായിരിക്കുന്ന ആകാശമേ കേൾക്കൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട് യഹോവയായ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. മോശ എഴുതിയെടുത്തു. അത് യോശുവയെ പഠിപ്പിച്ചു, ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിച്ചു എന്നും പാടുവാൻ വേണ്ടി. അതുകൊണ്ട് ഞാനും ഒരു കേട്ടെഴുത്തുകാരനായി മോശയെ പോലെ യോശുവയെ പോലെ ഞാൻ ഈ പാട്ട് പാടുകയാണ്. യോശുവ എന്ന പേരിന്റെ അതാണല്ലോ എൻ്റെ കോശി എന്നുള്ള പേരിലേക്ക് പരിണാമം ചെയ്യുന്ന ആ നാമം. അതുകൊണ്ട് ഞാനും ഒരു കേട്ടെഴുത്തുകാരനാണ് എന്ന് ആ
വേദപുസ്തക പാരമ്പര്യത്തിൽ കൂടി എനിക്ക് അവകാശം പറയാൻ കഴിയുമെന്നുള്ളതാണ്. 150 ഗാനങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ 250 പരം ഗാനങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. അവയില് ധാരാളം പാട്ടുകൾ ഈ നമ്മളെ ചിന്തിക്കുന്ന അതിൽ നിന്ന് കൂടാതെ ഒത്തിരി പാട്ടുകൾ അതെല്ലാം ദൈവനിയോഗ പ്രകാരം എഴുതിയിട്ടുള്ളതാണ്. അതെല്ലാം ദൈവികമായിട്ടുള്ള ആലോചനയാൽ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഗാനങ്ങളുമാണ്. അതുകൊണ്ട് യഹോവയായ ദൈവം നമുക്ക് തരുന്ന, നമ്മുടെ കർത്താവ് നമുക്ക് പാടിത്തരുന്ന മനോഹരമായ ഗാനങ്ങൾ, ആ ഗാനങ്ങൾ അനുദിനം ധ്യാനിക്കുവാനും അത് പാടി ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം 1 മണിക്കൂറിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എബി എനിക്ക് തന്ന ഒരു ഓർഡർ ഉണ്ട്. അതില് ആ ഓർഡർ അനുസരിച്ച് എനിക്ക് ഏത് നേരത്തിലും എന്നുള്ളതാണ് ആദ്യത്തെ പാട്ട്. എന്നാൽ ഞാൻ അതിന് ഇച്ചിരി വ്യത്യാസം വരുത്തുന്നു. ഞാൻ ആദ്യം ആത്മീയമായി എഴുതി തുടങ്ങിയ പാട്ട് മറ്റൊരു പാട്ടാണ്. അതുമല്ല, എന്നാൽ ഇന്നത്തെ ലിസ്റ്റിലുള്ള ആദ്യത്തെ പാട്ടായിട്ട് സ്നേഹസ്വരൂപ എന്നുള്ള ആ പാട്ട് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹസ്വരൂപയാണ് ഒരു വിധത്തിൽ ഞാൻ ഈ തരത്തിൽ എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട പാട്ട്. പക്ഷെ അത് ഞാൻ ഒരു റീഡെഡിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് എഴുതിയൊരു പാട്ടാണ്. പക്ഷെ അന്നും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഒക്കെ ആയിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അതുകൊണ്ട് ആ പാട്ടിന്റെ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുതട്ടെ. ഞാൻ 1970കളിലാണ് ഒരു ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അയാച്ച എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ അയാച്ച എന്ന സംഘടന കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് കോഴ്സ് ബാംഗ്ലൂരിൽ കണ്ടക്ട് ചെയ്തു. ആ കൗൺസിലിംഗ് കോഴ്സിൽ 1 മാസം പോയി പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അധ്യാപകർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചിരുന്നത്. അപ്പോ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന അധ്യാപകർ അന്ന് പാട്ട് പാടണം, പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് പല ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഊഴം അടുത്ത ദിവസമാണ് എന്നറിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതനായിരുന്ന RB വർഗീസ്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഈ RB വർഗീസ് എന്നോട് പറഞ്ഞു, കുശലക്ക സാർ ഒരു പാട്ട് എഴുതി നാളെ പാടണം, നാളെ ഒരു പാട്ട് പാടണം എന്നിട്ട് പറഞ്ഞു. ഞാനൊരു പാട്ടും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പാട്ടൊന്നുമില്ല. അല്ല, സാറ് വിചാരിച്ചാൽ ഒരു പാട്ട് പാടാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ, നാളെ ഒരു പുതിയ പാട്ട് പാടാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പോയി എൻ്റെ മുറിയിൽ പോയിരുന്ന ഒരു കടലാസും പേനയും ഒക്കെ എടുത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, നാളെ പാടാൻ എനിക്കൊരു പാട്ട് തരണം എന്ന്. അപ്പോ അതിനു മുമ്പ് നാടകഗാനങ്ങളും അപൂർവമായ ഗാനങ്ങളും മാത്രമേ എഴുതിയിട്ടുള്ളൂ ഞാൻ. അല്ലാതെ ഗാനങ്ങളൊന്നും എഴുതിയിട്ടില്ല. നാടകഗാനങ്ങളൊക്കെ എഴുതുന്നത് വേറെ ആരെങ്കിലും ട്യൂൺ ചെയ്യുന്നതാണ്, ഞാൻ ട്യൂൺ ചെയ്യുന്നതല്ല. ഞാൻ ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ സ്നേഹസ്വരൂപ, നിന്റെ മുമ്പിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു എന്നുള്ള ആ കോറസ് പാടാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാനത് പാടിക്കൊണ്ടേയിരുന്നു. അതിന്റെ സ്റ്റാൻസ 2 സ്റ്റാൻസ ഞാൻ അന്ന് പൂർത്തിയാക്കി. 2 സ്റ്റാൻസ എനിക്കുള്ളൂ. വേറെ പലരും അതിന് പല സ്റ്റാൻസുകളും കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. 2 സ്റ്റാൻസേ ഉള്ളൂ. ആ 2 സ്റ്റാൻസ എഴുതി പൂർത്തിയാക്കി. പിറ്റേ ദിവസം ആ പാട്ട് പ്രാർത്ഥനാ യോഗത്തിൽ ആമുഖമായിട്ട് ഞാൻ പാടി. പല ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളവരായതുകൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം പറഞ്ഞതിന് ശേഷമാണ് ആ പാട്ട് പാടിയത്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലെല്ലാം ഈ പാട്ട് വീണ്ടും പാടണമെന്ന്, ആവർത്തിച്ച് പാടണമെന്ന് ഓരോ യൂണിവേഴ്സിറ്റിക്കാരും ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും ഞാൻ ഈ പാട്ട് പാടുമായിരുന്നു. അതാണ് സ്നേഹസ്വരൂപ, നിന്റെ മുമ്പിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു എന്ന പാട്ടിന്റെ പശ്ചാത്തലം. ഇത് കോട്ടയം മെൻസ് കോറസ് ഒക്കെ കുറെ നാൾ പാടിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ചിൽ
റവറൻഡ് അലക്സ് പി ഉമ്മൻ അച്ഛൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ ഇടവകാംഗമായ പ്രൊഫസർ കോശിത്തലയ്ക്കൽ സാർ എഴുതിയ ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു എന്ന പ്രസംഗത്തിന്റെ അവസാനത്തിൽ അച്ഛൻ പറഞ്ഞ് കേട്ടു. സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അങ്ങനെ അച്ഛൻ എല്ലാം സഹിക്കുന്ന സ്നേഹം നൽകൂ എന്ന കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന ഈ പാട്ടിന്റെ 2ാമത്തെ സ്റ്റാൻസ പാടി കൊയറിനെ കൊണ്ട് പാടിപ്പിച്ച് ആണ് ആ പ്രസംഗ ശുശ്രൂഷ അവസാനിപ്പിച്ചത്. ഇവിടെ കഴിഞ്ഞ ദിവസം എബി എനിക്ക് അയച്ചു തന്ന ആരോ കുഞ്ഞുങ്ങൾ പാടിയ ഒരു പാട്ട്, ഈ സ്നേഹസ്വരൂപ പാടിയത്, അതിൻ്റെ അകത്തൊരു അപൂർണത ഉണ്ടായിരുന്നു. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഒന്ന് പാടാം. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. മുട്ടുന്നവർക്കായി തുറക്കുന്ന നാഥ, മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. മുട്ടുന്നവർക്കായി തുറക്കുന്ന നാഥ, മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. യാചിക്കുന്നോർക്കരുളിടുന്ന നാഥ, യാചിച്ചിടുന്നു ഞങ്ങൾ. യാചിക്കുന്നോർക്കരുളിടുന്ന നാഥ, യാചിച്ചിടുന്നു ഞങ്ങൾ. പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം. പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. ഈ 2 സ്റ്റാൻസയുടെയും അവസാനം ഒരു കോറസ് പോലെ പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം എന്ന് കൂടി പാടിയെങ്കിലേ പാട്ട് പൂർത്തിയാകുകയുള്ളൂ. അതാണ് സ്നേഹസ്വരൂപ എന്ന പാട്ടിന്റെ പിന്നിലെ കഥ. ഞാൻ മാരാമൺ കൺവെൻഷനിൽ വന്ന എൻ്റെ ആദ്യത്തെ പാട്ടാണ് എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന പാട്ട്. എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന പാട്ട് മാരാമൺ കൺവെൻഷനിൽ ആദ്യമായി വന്ന പാട്ട് എന്ന് മാത്രമല്ല, അത് ക്രിസ്തീയ കീർത്തനങ്ങളിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച എൻ്റെ ഗാനവും കൂടിയാണ്. ഞാൻ അതിലേറെ സന്തോഷിക്കുന്ന ഒരാളാണ്. മർത്തോമാ സഭയുടെ ആരാധന കീർത്തന ഗ്രന്ഥമായ ക്രിസ്തീയ കീർത്തനങ്ങളിൽ ഏതാണ്ട് 5ഓളം ഗാനങ്ങൾ ഇപ്പോൾ എൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായി പ്രസിദ്ധീകരിച്ച ഗാനമാണ് എനിക്ക് ഏതു നേരത്തിലും ഏതിടങ്ങളിലും എന്നുള്ള. ഈ ഗാനം എഴുതുന്നത് ഒരു വലിയ ആക്സിഡന്റിന്റെ പശ്ചാത്തലത്തിലാണ്. 1984 ഫെബ്രുവരിയിലാണ് എൻ്റെ ഒരു അടുത്ത ഒരു സ്നേഹിതന്റെ മകൾ പ്രേമ ഇവിടെ മാരേജ് നെരണത്ത് വെച്ച് നടക്കുന്നത്. മാവേലിക്കരയിരുന്ന ധാരാളം സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒന്നിച്ചു പോയി. ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്ത് റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒരു വാഹനം, ഒരു അംബാസഡർ കാർ ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. എല്ലാവരും ചിതറി ഓടി, ഞാനും ഓടി. പക്ഷേ കാർ വന്ന് എന്നെ ഇടിച്ചു തെറിപ്പിച്ചു. ആ പള്ളിയുടെ കോമ്പൗണ്ട് വാളിൽ പോയി ഞാൻ ഇടിച്ചു. കാർ പുറകെ വന്ന് ആ മതിലിൽ ഇടിച്ചു. എല്ലാവരും നിലവിളിച്ചു, കോശിത്തലയ്ക്കൽ സാറേ എന്ന് നിലവിളിച്ചു. കാരണം ഒരു കാർ ഒരു മതിലിനോട് ചേർത്ത് ഒരു മനുഷ്യനെ ഇടിച്ചാൽ ബാക്കി ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ ആ കാറിന്റെയും മതിലിന്റെയും ഇടയിൽ നിന്ന് പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. എല്ലാവരും ഓടി വന്ന് എന്നെ താങ്ങി പിടിച്ചു.
കൊണ്ടുപോയി എൻ്റെ ഒരു സ്നേഹിതൻ അന്ന് മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ PT വർഗീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്ന് പരിശോധിച്ചു. ഒടിവും ചതവും ഒന്നും തോന്നിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹമെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ മാവേലിക്കര PM ഹോസ്പിറ്റലിനെ അഡ്മിറ്റ് ചെയ്യായിരുന്നു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് എഴുതിയ പാട്ടാണ് എനിക്ക് ഏത് നേരത്തിലും ഏതിടങ്ങളിലും എന്ന്. സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ഈ കാർ വന്നത് ചരിഞ്ഞാണ്. അപ്പോ കാർ മതിലിടിച്ച് ഒരു സൈഡ് വന്ന് ഇടിച്ചു, ഒരു ലൈറ്റ്. ഞാൻ ആ എയർ ഗ്യാപ്പിന്റെ ഉള്ളിലായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്റെ ശരീരത്ത് പിന്നെ കാർ വന്ന് ഇടിച്ച് ചതയ്ക്കുവാൻ ഇടയായില്ല. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായി ദൈവം എന്നെ വിടുവിച്ച ആ അനുഭവം ഓർത്തുകൊണ്ട് എഴുതിയ പാട്ടാണ് എനിക്ക് ഏത് നേരത്തിലും ഏതിടങ്ങളിലും. മാവേലിക്കരയിലെ സമീപ പ്രദേശമായ ചെന്നിത്തലയിൽ വലിയൊരു കൊലപാതകം, RSS കോൺഗ്രസ് സംഘർഷം ഉണ്ടായ കാലത്ത് 3-4 പേര് മരിച്ചതിനെ തുടർന്ന് പ്രൊഫസർ MB മന്മഥന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വം, ഞാൻ കൺവീനറായിട്ടുള്ള ഒരു ശാന്തി യാത്ര മാവേലിക്കരയിൽ കായംകുളത്തു നിന്ന് ആരംഭിച്ച് നടക്കുന്ന ഒരു ശാന്തി യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ ഇതൊരു ശനിയാഴ്ചയാണ്. ഞാൻ മന്മഥൻ സാറിനോട് പറഞ്ഞ് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് എനിക്ക് പിന്നെ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ മന്മഥൻ സാറും ഒക്കെ വീട്ടിൽ വന്ന് എന്നെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ആ പാട്ട് എനിക്ക് ഏത് നേരത്തിലും ഏതിടങ്ങളിലും, ആദ്യത്തെ എൻ്റെ മാരാമൺ കൺവെൻഷൻ ഗാനം, ആദ്യത്തെ ക്രിസ്തീയ കീർത്തനങ്ങളിലെ പാട്ട്. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എനിക്ക് ഏതു സമയത്തും മതിയായവനാണ് എന്നുള്ള ആ വലിയ നിശ്ചയവും വിശ്വാസവുമാണ് ഈ പാട്ട് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ പാട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഒരു സഹാധ്യാപകനോട് എന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവത്തെ കുറിച്ച്. അപ്പൊ ആ സാറ് ചോദിച്ചു, അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അപകടങ്ങൾ ഒഴിവാകുന്നതല്ല, അപകടത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും കാതലായ ഒരു പൊരുൾ. അതുകൊണ്ട് കഷ്ടതയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ലഭിക്കുന്ന ഭാഗ്യം ഒരു ഭാഗ്യമായി നാം കണക്കാക്കുക. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമായി, അവനെന്റെ സംഗീതവും അവനെന്റെ കോട്ടയുമായി, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ മാത്രമെന്നഭയം. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. ഞാൻ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ എന്ന ഗാനമാണ് അടുത്ത ഗാനം. അതും ഒരു അപകടത്തിന്റെ മധ്യത്തിൽ ഞാൻ എഴുതിയ പാട്ടാണ്. പലപ്പോഴും അപകടത്തിന്റെയും രോഗത്തിന്റെയും ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിലാണ് അറിയാതെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പാടിപ്പോകുന്നത്. അനേക പാട്ടുകളും അതിനെന്തെങ്കിലും ഒരു പശ്ചാത്തലം, ഒരു പ്രേരണ അതിന്റെ പിന്നിലുണ്ടാവും. ഞാൻ എൻ്റെ ഒരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. ഗാനങ്ങളുടെ കഥന വഴികൾ, കഥാവഴികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം CSSൽ ലഭിക്കുന്ന ഒരു പുസ്തകമാണ്. ഗാനങ്ങളുടെ കഥന വഴികൾ, കഥാവഴികൾ. ആ പാട്ടിൽ മിക്കവാറും പ്രസിദ്ധമായ ഗാനങ്ങളുടെ എല്ലാം പശ്ചാത്തലം ഞാൻ എഴുതിയിട്ടുണ്ട്.
അപ്പോ ഈ നല്ലവനെ നൽവഴിയും അതുപോലെ ഒരു അപകടത്തിൽ, അത് 1985 മാരാമൺ കൺവെൻഷനിൽ വന്ന ഒരു പാട്ടാണ്. 1985 ഒക്ടോബർ മാസത്തില് വ്യക്തമായി ഞാൻ ഓർക്ക് 21-ാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് CSI സഭയുടെ ബഥേൽ ആശ്രമത്തിൽ വെച്ച്, തിരുവല്ല വാരിക്കാട് ബഥേൽ ആശ്രമത്തിൽ വെച്ച് അസോസിയേറ്റ് ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാന പ്രസംഗം നടത്തുവാനായി ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ പോയി ധ്യാന പ്രസംഗം നടത്തി. അന്ന് ഞാൻ ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അപ്പോൾ സ്കൂട്ടറിൽ തിരിച്ചു വന്ന്, സ്കൂട്ടർ തിരുവല്ലയിലെ കുന്നുതറ തോമാച്ചായന്റെ പമ്പിൽ അവിടെ വെച്ചിട്ട് ഞാൻ അവിടുന്ന് ബസ് കയറി ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിൽ ഈ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് തിരുവല്ലായി വരുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. പെരുമഴയുമാണ്. തോമാച്ചായൻ പറഞ്ഞു, നീ ഉടനെ ഇപ്പൊ പോകണ്ട മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, വൈകുന്നേരം മഴ കുറയുന്ന ലക്ഷണമില്ല, അത് ഞാൻ ഉടനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു. മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, അതിന് തലയാഴ്ച അവിടെ ഒരു വലിയ അപകടം നടന്ന സ്ഥലമാണ് മണിപ്പുഴ പാലം. ഭയങ്കര കുത്തൊഴുക്കാണ് വെള്ളം. എന്റെ സ്കൂട്ടറിന്റെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ചെന്ന് ഒരു വെള്ളക്കുഴിയിൽ ചാടിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി, ദൈവമേ, ഞാൻ ഈ മണിപ്പുഴ തോട്ടിലൂടെ ഒഴുകിപ്പോകാൻ തുടങ്ങുകയാണോ എന്ന്. ഞാൻ ഹൃദയവേദനയോടുകൂടി അമ്പരപ്പോടുകൂടി ഞാൻ ദൈവത്തെ വിളിച്ചു, എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത നിമിഷം എൻ്റെ സ്കൂട്ടർ കരയ്ക്ക് കയറി ഉണങ്ങിയ നിലത്തുകൂടെ പോകുന്നത് പോലെ ഓടുവാൻ തുടങ്ങിയപ്പോൾ, അപ്പോഴത്തേക്കും സ്കൂട്ടർ എൻ്റെ ഈ മണിപ്പുഴ പാലത്തിൽ പ്രവേശിച്ചിരുന്നു. ആ പാലത്തിന്റെ ഏതാണ്ട് മിഡിൽ ഭാഗം എത്തിയപ്പോഴേക്കും ഞാൻ പാടി തുടങ്ങി, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ എന്ന ഈ ഗാനം. ഞാൻ ആ പാട്ട്, ആ കോറസ് ആടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പാടിക്കൊണ്ട് മാവേലിക്കര വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഓടിച്ചെന്ന് മക്കളോട് പറഞ്ഞ് ഒരു കടലാസ് എടുത്തോണ്ട് പറഞ്ഞ് പെട്ടെന്ന് വന്ന് ഞാൻ ആ ഗാനം കുറിച്ചു വെച്ചു. പിന്നീട് അത് പൂർത്തിയാക്കുകയായിരുന്നു, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ എന്ന ഗാനം. ആ പാട്ടും ഞാൻ അതിന്റെ ആദ്യത്തെ ചരണം ഒന്ന് പാടി നിർത്തട്ടെ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ, ഘോരവൈരിയൻ പിന്നിൽ ചെങ്കാടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ, ഘോരവൈരിയൻ പിന്നിൽ ചെങ്കാടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ അജഗണം പോൽ തൻ ജനത്തെ നടത്തിയോനേ, ആഴിയാതിൽ വീതിയൊരുക്കി മറുകരയണച്ചവനേ, കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ, കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. ഈ പാട്ട് പാടുമ്പോൾ പലപ്പോഴും പാട്ടുകാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ സ്റ്റാൻസയുടെ അവസാനത്തെ 2 വരികൾ ഒന്ന് ഉയർത്തിയും ഒന്ന് താഴ്ത്തിയും പാടേണ്ടതാണ്. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ, കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ. അതുപോലെ മറ്റേ പാട്ടും, നിന്റെ കാലടിയിൽ പദമൂന്നി നടക്കാൻ എന്നെ അനുവദിക്കൂ,
നിന്റെ കാലടികൾ പദമൂന്നി നടക്കാൻ എന്നെ അനുവദിക്കൂ. അങ്ങനെ ഓരോ സ്റ്റാൻസയുടെ അവസാനത്തെ വരികൾ ഉയർത്തിയും പൊക്കിയും പാടേണ്ടതാണ്. പലപ്പോഴും ആളുകൾ തെറ്റിച്ചു പാടുന്ന ഒരു പാട്ടായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ നല്ലവനെ നൽവഴി കാട്ടി എന്ന ഈ ഗാനം കർത്താവ് എനിക്ക് നൽകി. അത് ക്രൈസ്തവ ഗാന കേരളയ്ക്ക് സമ്മാനിക്കുവാൻ ദൈവം എൻ്റെ കരങ്ങളെ ശക്തമാക്കി എന്നുള്ളതാണ്. മൂന്നാമത് ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്നിൽ ആശ്വാസം കാണാൻ എന്ന പാട്ടാണ്. നിന്നിൽ ആശ്വാസം കാണാൻ 1990 ഈ പാട്ട് എഴുതുന്നത്. 1988 1988 ഞങ്ങള് ഫാമിലി ആയിട്ട് ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റി. ഞാൻ പിന്നെ കോളേജിലേക്ക് പോയി വരികയായിരുന്നു. അപ്പോ മാവേലിക്കരയിലും മധ്യ തിരുവിതാംകൂറിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ സാധാരണ പറയാറുണ്ട്, രാവിലെ കോളേജിലേക്ക് പോകാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെ കാണുമ്പോഴൊക്കെ കോശിത്തലയ്ക്കൽ സിന്ദാബാദ് എന്ന് വിളിച്ചു പറയുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും അഭിവാദ്യം ചെയ്താണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത് പോലും. അപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ ഞാൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക കുടുംബ ക്രമീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റിയത്. മക്കൾ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് പഠിക്കുവാൻ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും ഹോസ്റ്റലിൽ വിട്ടിട്ട് ഞാൻ മാവേലിക്കര വാടകയ്ക്ക് താമസിക്കുന്നതും കൂടെ ആവുമ്പോൾ വലിയ ചെലവാണ്, അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റി. ഞാൻ പിന്നെ മാവേലിക്കരയ്ക്ക് പോയി വരുവാൻ തുടങ്ങി. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പറിച്ചു നട്ടപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി. എങ്ങും ആരും പരിചയവില്ലക്കാരില്ല, സ്നേഹിതരില്ല. പള്ളിയിൽ കുറെ പേരെ അറിയാവുന്നവരുണ്ട്, എൻ്റെ പേര് കൊണ്ട് അറിയാവുന്ന കുറെ സ്നേഹിതർ പലയിടങ്ങളിലായിട്ടുണ്ട്. പക്ഷേ പകലൊന്നും തിരുവനന്തപുരത്തില്ലാത്തതുകൊണ്ട് യാതൊരു സാമൂഹ്യ ബന്ധവുമില്ല, യാതൊരു സാംസ്കാരിക ബന്ധമില്ല. രാഷ്ട്രീയ ബന്ധം ഞാൻ എപ്പോഴേക്ക് ഉപേക്ഷിച്ചിരുന്നത് കൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതായി. ഒരു ഏകാന്തതയുടെ ഭയങ്കരമായ അസ്വസ്ഥത എന്നെ വേട്ടയാടുന്ന ചില വർഷങ്ങളായിരുന്നു 88, 90 തുടങ്ങിയിട്ടുള്ള വർഷങ്ങൾ. അങ്ങനെ ആരുമില്ല എന്നുള്ള ഒരു ചിന്തയുടെ ആ വേദന അങ്ങനെ അയവർക്കിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിലാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീടിനടുത്തൊരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ആ കൂട്ടായ്മയ്ക്ക് പോയി പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടു. വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്ന് കൂട്ടായ്മയ്ക്ക് പോയി എന്തായിരുന്നു മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉടയോൻ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് പറയരുത് എന്നാണ് മെസ്സേജിന്റെ ദൂതെന്ന് പറഞ്ഞു. ഉടയോൻ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് പറയുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി ആ ദൂത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തേ ഉടയോൻ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് പറയരുത് അല്ലേ? ഇപ്പൊ എൻ്റെ കയ്യിൽ ബ്രീഫ് കേസ് ഇരിപ്പുണ്ട്, ഞാനത് താഴെ വെച്ചില്ല, വീട്ടിൽ വന്ന് കയറി ഉടനെ ചോദിച്ച ചോദ്യമാണിത്. ഉടയോൻ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് പറയരുതല്ലേ? അത് ആവർത്തിച്ച് ഞാൻ പലവരും പറഞ്ഞിട്ട് അവസാനം ഉയരങ്ങളിലേക്ക് നോക്കി ഞാൻ ഇങ്ങനെ അറിയാതെ ഭ്രാന്തനെ പോലെ പാടി തുടങ്ങിയ പാട്ടാണ്. ഉടയോൻ നീ ചാരേ ഉള്ളപ്പോൾ ആരും ഇല്ലെന്ന് ചൊല്ലാതിരിക്കാൻ, നാഥാ വിശ്വാസം താ അഭയം താ, നാഥാ വിശ്വാസം താ അഭയം താ. അതിനുശേഷമാണ് നിന്നിൽ ആശ്വാസം എന്നുള്ള കോറസും ഒക്കെ ഞാൻ എഴുതുന്നത്. ഈ അനുപല്ലവിയാണ് ആദ്യം ഞാൻ എഴുതുന്നത്. ഉടയോൻ നീ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് ചൊല്ലാതിരിക്കാൻ, നാഥ വിശ്വാസം താത അഭയം തായ. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഈ പാട്ട് ഇറങ്ങിയ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, സാറിന് ഇനി ഇതിനേക്കാളും നല്ലൊരു പാട്ട് എഴുതാൻ കഴിയില്ല എന്ന്. അങ്ങനെ പലർക്കും പല അഭിരുചികളാണല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, അതുപോലെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ദക്ഷിണ കേരള മഹായിടവ CSI ദക്ഷിണ കേരള മഹായിടവയുടെ ബിഷപ്പായിരുന്ന
അദ്ദേഹത്തിന്റെ പേര് ഒരു നിമിഷം വിട്ടുപോയല്ലോ. അദ്ദേഹം ആ പാട്ട് ഡോക്ടർ ശ്യാമൽ അമൃതം തിരുമേനി, ഡോക്ടർ ശ്യാമൽ അമൃതം തിരുമേനി. തിരുമേനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്ന് തിരുമേനി എന്നോട് പറയുകയുണ്ടായി. തിരുമേനി ആ വർഷം മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തു, ഈ പാട്ട് കേട്ടു. അദ്ദേഹം തിരിച്ചു വന്ന് പിറ്റേ മാസത്തെ അദ്ദേഹത്തിന്റെ സഭാജനങ്ങൾക്കുള്ള കത്ത് മാസികയിൽ എഴുതിയപ്പോൾ അതിന്റെ അവസാനിപ്പിച്ചത് ഈ വരികൾ, ഈ പാട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തിരുമേനിയുടെ കത്ത് അവസാനിപ്പിച്ചത്. അപ്പൊ എന്റെ അയൽക്കാരിയായ ഒരു സ്ത്രീ MM ചർച്ചിലെ മെമ്പർ ആയിരുന്നുകൊണ്ട് അവരെന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ സഭാമാസികയിൽ സാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ചു. അപ്പൊ മനസ്സിലാക്കിയപ്പോ എനിക്ക് തിരുമേനി ഒന്ന് കാണണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ MM ചർച്ചിന്റെ അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ പോയി തിരുമേനിയെ സന്ദർശിച്ചു. വലിയ സന്തോഷമായിരുന്നു. അത് മാത്രമല്ല, തിരുമേനിയായി അതിനുശേഷം ആ പാട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. അദ്ദേഹത്തെ സഹായിക്കുവാന് പിന്നെ മധുര തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു ഇസ്രായേൽ സൽവനായകം എന്ന് പറയുന്ന ഒരു അച്ഛനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് മാത്രമല്ല, പാളയംകോട്ട് നടന്ന സിനഡിൽ ഈ പാട്ട് പാടി അവതരിപ്പിച്ചു. സെമിനാരി ഒരു ആന്തോളജിയിൽ ഈ പാട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ നിന്നിൽ ആശ്വാസം കാണാൻ എന്നുള്ള പാട്ട് മലയാളത്തിലും തമിഴിലും മറ്റ് ചില ഭാഷകളിലും വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രസിദ്ധമായി തീർന്നാണ്. എൻ്റെ ഏകാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട്, എൻ്റെ ഏകാന്തതയുടെ വേദനയ്ക്ക് ഒരു മധുര ലേപനം പോലെ എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു മനോഹരമായ ഗാനമാണ് നിന്നിൽ ആശ്വാസം കാണാൻ, നിന്നിൽ ആശ്രയം വയ്ക്കാനെന്ന് ഈ പാട്ട്. ഞാൻ അതിന്റെ ചരണങ്ങളൊന്ന് പാടി അവസാനിപ്പിക്കട്ടെ. നിന്നിലാശ്വാസം കാണാൻ, നിന്നിലാശ്രയം വയ്ക്കാൻ, നിന്നിലാശ്വാസം കാണാൻ, നിന്നിലാശ്രയം വയ്ക്കാൻ, കൂടെയോ നീ ചാരെ ഉള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, കൂടെയോ നീ ചാരെ ഉള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, നാഥ വിശ്വാസം താ, അഭയം താ, നാഥ വിശ്വാസം താ, അഭയം താ. ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ഛിദ്രിക്കുന്നു. ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ഛിദ്രിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നടുങ്ങിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നടുങ്ങിടുന്നു. നാഥ വിശ്വാസം താ, അഭയം താ, നാഥ വിശ്വാസം താ, അഭയം താ. ഈ പാട്ടിന്റെ ഒരു സവിശേഷതയായെന്ന് അമൃതം തിരുമേനി പറഞ്ഞൊരു കാര്യം, ഈ പാരഫ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വേദപുസ്തക വാക്യങ്ങൾ ഗാനങ്ങളിലാക്കുമ്പോൾ അതിൻ്റെ കാവ്യാത്മകത സൂക്ഷിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. പക്ഷെ ഈ പാട്ടിൽ മാത്രമല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വേദപുസ്തക വാക്യങ്ങൾ ഗാനങ്ങളിലാക്കുമ്പോൾ എൻ്റെ പാട്ടുകൾ മിക്കവാറും എല്ലാം വാക്യങ്ങൾ ചേർന്നുള്ള പാട്ടുകളാണ്. അപ്പൊ അവിടെ എല്ലാം ഈ പാരഫ്രൈസ് ചെയ്യുക എന്ന് പറയുന്ന ഭാഷാന്തരീകരണം വരുത്തുന്ന ആ പ്രയോഗം, ഗദ്യത്തെ പദ്യമാക്കി മാറ്റുന്ന ആ പ്രയോഗം, അത് കാവ്യാത്മകമായി തീരണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവിടെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എന്നുള്ള വാക്കുകൾ തുടങ്ങിയിട്ടുള്ള
മൂന്നാമത്തെ സ്റ്റാൻസയിൽ നിത്യതയേകാമെന്നുള്ളതിന്റെ വാക്കുകൾ മാറില്ല തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ അത് പാടുന്ന ഉടനെ ഒരു വാക്യം നമ്മുടെ ഉള്ളിൽ ഓർമ്മയിൽ വരും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷേ ആ വാക്യം അതുപോലെ അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് കാണുന്ന ഒരു പ്രവണതയുണ്ട്, വേദപുസ്തക വാക്യങ്ങൾ വെറുതെ ആ പ്രോസ് അതുപോലെ പാടി നശിപ്പിക്കുന്ന ചില പാട്ടുകാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. വേദപുസ്തക വാക്യങ്ങൾ അതുപോലെ പാട്ട് എഴുതുമ്പോൾ പാട്ട് അത് സംഗീതമാണ്, അതിന് കവിതയാണ് അതിൻ്റെ അകത്തുള്ളത്. ലിറിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ആ ലിറിക്കൽ ബ്യൂട്ടി ഒരു പാട്ടിന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പാട്ടാവില്ല. ഇപ്പൊ CSIക്കാരായ ഞങ്ങൾ സങ്കീർത്തനങ്ങൾ പാടാറുണ്ട്. അതിന് പ്രത്യേക ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ സങ്കീർത്തനങ്ങൾ പാടും. അതുപോലെ തന്നെ TDM പാടും. ഇതൊക്കെ പാടുന്നുണ്ട്. പ്രത്യേക മ്യൂസിക് വ്യവസ്ഥയുണ്ട്. അതുപോലെ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ അതുപോലെ പാടുക എന്ന് പറയുന്നത് ഒരു ഭംഗി ഇതിനേക്കാളും കവിതയോടും സംഗീതത്തോടും കാണിക്കുന്ന ഒരു അപരാധം വേറെ ഇല്ല എന്നാണ്. അങ്ങനെ നിരന്തരം ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വാക്യം അതുപോലെ പാടുക. എന്തിനാണ്? വാക്യം അങ്ങ് പറഞ്ഞാൽ പോരെ, അതിന്റെ പിന്നിൽ ഒരു സംഗീത പശ്ചാത്തലം ഉണ്ടായാൽ പോരെ. അല്ലെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ട് പാട്ട് എഴുതണം, അതിനെ മ്യൂസിക്കലാക്കണം, ലിറിക്കലാക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അത് പാട്ട് എഴുത്തുകാർക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞതേ ഉള്ളൂ. പാട്ടെഴുതുമ്പോൾ വേദപുസ്തക വാക്യങ്ങൾ ലിറിക്കലാക്കുവാൻ, സംഗീതാത്മകമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും മുമ്പോട്ട് പോകട്ടെ. നിന്നിൽ ആശ്വാസം കഴിഞ്ഞ് പിന്നീട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന പാട്ട് ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം എന്നുള്ളത്. അത് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പാട്ടുകളാണത്. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം എന്ന ഈ പാട്ട്, അത് ഒരു വിധത്തിൽ നിന്നിൽ ആശ്വാസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയാം. കാരണം ആ വർഷം മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ട് വരുമ്പോൾ ആ മാരാമൺ കൺവെൻഷനിലെ മുഖ്യ പ്രാസംഗികൻ ഡോക്ടർ തിയഡോർ വില്യംസ് ആയിരുന്നു. ഡോക്ടർ തിയഡോർ വില്യംസും ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അത് പഠിച്ചു, അദ്ദേഹം അതിന്റെ ട്യൂണും പഠിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ബാംഗ്ലൂരിൽ ചെന്നിട്ട് എനിക്കൊരു എഴുത്തെഴുതി. ഒരു ദിവസം എൻ്റെ കോളേജിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഒരു കത്ത് ഒരു ഇംഗ്ലണ്ടാണ്, IMN'യാണ്, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷന്റെ ഡോക്ടർ തിയഡോർ വില്യംസിന്റെ ഒരു കത്താണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കോശിയുടെ നിന്നിൽ ആശ്വാസം എന്ന പാട്ട് ഞാൻ കേട്ടു, അതുകൊണ്ട് അടുത്ത വർഷത്തെ IMന്റെ തീം സോങ് കോശി എഴുതണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് ആഴത്തിൽ 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 വേരൂന്നി ഉയരത്തിൽ ഫലം കായ്ക്കുക എന്ന് പറയുന്ന യെശയ്യാ പ്രവാചകന്റെ ഒരു പുസ്തകത്തിലെ ഒരു വാക്യവും കൂടെ എനിക്ക് ഉദ്ധരിച്ചെഴുതിയിരുന്നു. ഞാൻ ആ കത്തുമായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയി, എൻ്റെ മുറിയിൽ പോയി കഥയടച്ച് ഞാൻ അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവദാസൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പാട്ടെഴുത്തുകാരനല്ല എന്ന് അവിടത്തേക്ക് അറിയാം. അവിടുന്ന് വരുന്ന പാട്ടുകൾ മാത്രമാണ് ഞാൻ പാടുന്നത്. ഈ ദൈവദാസന് ഒരു ഗാനം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടുമേ നിന്ന്, ആ സിമന്റ് തറയിൽ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അറിയാതെ പാടിത്തുടങ്ങിയ പാട്ടാണ് ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം എന്ന ഈ ഗാനം. ഞങ്ങൾ ഒന്നിച്ച് സഹപാഠികളായിരുന്നു. ഗീവറീസ് മാർ അത്തനീഷ്യസ്, കാലം ചെയ്ത ഗീവറീസ് മാർ അത്തനീഷ്യസ് തിരുമേനി ഞങ്ങൾ ഒന്നിച്ച് തിരുവല്ല കോളേജിൽ പഠിച്ചവരാണ്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങൾ. അപ്പോൾ തിരുമേനി മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ കോൺസെക്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ ഈ പാട്ട് പാടിക്കൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം. പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും ആ പാട്ട് പാടിയതായി. തിരുവനന്തപുരത്ത് നന്തങ്കോട് ജെറുസലേം മാർത്തോമാ ചർച്ചിന്റെ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോഴും ഈ പാട്ട് പാടി ആണ് അത് അവസാനിപ്പിച്ചത്. അത് തിരുമേനിക്കും അതുപോലെ അനേകർക്കും ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം എന്ന ഗാനം. അതും ഞാനൊന്ന് പാടി നിർത്തട്ടെ. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം, 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം,
വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം, കൃപയിൽ വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിയിടണം, ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം, 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. ഈ ഗാനം എഴുതി കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ചാൾസ് ജോൺ, എൻ്റെ സ്നേഹിതൻ, എന്നെ വിളിച്ചു. ചാർലി എന്നെ വിളിച്ചു, ഈ ഗാനത്തിന്റെ റെക്കോർഡിംഗ് ആണ്, ഞാൻ ടിക്കറ്റ് അയച്ചായിരുന്നു, സാർ എത്രയും വേഗം ആ ദിവസത്തിൽ മദ്രാസിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സ്റ്റാൻസ് അവിടെ എഴുതി കാണാം, പൂർത്തിയായില്ല പാട്ട് എന്ന് പറഞ്ഞു. സാറ് ഏതായാലും വരണം, അന്നത്തേക്ക് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്, സ്റ്റുഡിയോ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും മദ്രാസിൽ ചെന്നു, സ്റ്റുഡിയോയിൽ ചെന്നു. മ്യൂസിക് ഡയറക്ടർ ഒരു മനുഷ്യൻ, തമിഴ് ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ഞാൻ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. അദ്ദേഹം ഏതൊക്കെയോ നോട്ടുകളൊക്കെ കുറിച്ചു. അവസാനം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സ്റ്റാൻസയോട് എഴുതാനുണ്ട്, അതിനുള്ള സമയം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ്സ് തരാം, സാറ് എത്രയും വേഗമായി. ഞാൻ ഓർക്കുകയാണ്, 10 മിനിറ്റ്സ് കൊണ്ട് ഞാനൊരു പാട്ടിന്റെ സ്റ്റാൻസ പൂർത്തിയാക്കണമെന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്ത മുറിയിൽ പോയി കഥ അടച്ചു, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാട്ട് റെക്കോർഡിങ്ങിന്റെ സമയമാണ്, എനിക്ക് ഇതിന്റെ 3ാമത്തെ സ്റ്റാൻസ ഇവിടെ അവിടുന്ന് തരണം, അവിടുന്ന് തന്നല്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ 10 മിനിറ്റിനുള്ളിൽ ആ സ്റ്റാൻസ എഴുതി, ആ സ്റ്റാൻസയുമായിട്ട് അടുത്ത റൂമിൽ ചെന്നു. ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്തു. ഞാൻ തന്നെയാണ് ആ പാട്ട് പാടി റെക്കോർഡ് ചെയ്തത്. ആ 3ാമത്തെ സ്റ്റാൻസ ഇതാണ്: ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ പോലാകാം നമ്മൾ, ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ പോലാകാം നമ്മൾ, 1 വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ, ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം. അങ്ങനെ ആ പാട്ട്. അടുത്ത പാട്ട് എബി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന പാട്ടാണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത 1971 മാരാമൺ കൺവെൻഷനിൽ വന്ന, 72 മാരാമൺ കൺവെൻഷനിൽ വന്ന ഒരു പാട്ടാണ്. 1971 ഞാൻ ആ പാട്ട് എഴുതുന്നത്, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ എന്ന ആ ഗാനം. ആ പാട്ട് എല്ലാ ഗാനങ്ങളെയും പോലെ അപകടത്തിന്റെ മധ്യത്തിൽ എഴുതിയ പാട്ടല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട് എഴുതിയൊരു പാട്ടല്ല. ഇത് എൻ്റെ ഭാര്യയുടെ മാരകമായ രോഗത്തിന്റെ മധ്യത്തിൽ എഴുതിയ പാട്ടാണ്. ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അപ്പോ ഗ്യാസിന്റെ മരുന്നൊക്കെ, ഹോമിയോ മരുന്ന് കയ്യിലുണ്ടായിരുന്നത് കഴിച്ചു. അത് മാറാ വന്നപ്പോ സന്ധ്യ ആയപ്പോ ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ അടുക്കൽ പോയി വിവരം പറഞ്ഞു. ഉടനെ ഒരു ECG എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പോയി ECG എടുത്തോണ്ട് വന്നപ്പോ പറഞ്ഞു വേരിയേഷൻ ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്നേഹമുള്ള ഒരു ഡോക്ടറാണ്, ലേഡി ഡോക്ടറാണ്. അതുകൊണ്ട് ചേച്ചി പിന്നെ വിശ്രമിക്കണം എന്ന് പറഞ്ഞു. MM ചർച്ചിലുള്ള ഒരു മെമ്പറാണ്. ചേച്ചി വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹാർട്ട് അറ്റാക്ക് ആണ്, അതിന്റെ ആരംഭമാണ് എന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു സ്നേഹിതർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ തന്നെ കാണാം. ഒരു ഫിസിഷ്യനായിരുന്നു, കാർഡിയോളജിസ്റ്റിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു പ്രസിദ്ധയായ ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു. പേരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞു, ഇത് വെറും മസ്കുലർ പെയിൻ ആണ്, മരുന്നൊന്നും കഴിക്കണ്ട, ഹാർട്ടിന്റെ ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ആ രാത്രി മുഴുവൻ എൻ്റെ ഭാര്യ നെഞ്ചുവേദന എടുത്ത് ഭിത്തിയിൽ തലചായ്ച്ച് ഹിസ്കിയ രാജാവ് ഇരുന്ന് കരഞ്ഞതുപോലെ ഇരുന്ന് കരയുകയാണ്. ഞാൻ ആ കട്ടിലിന്റെ അടുക്കൽ എന്ത് ചെയ്യാനൊക്കും അങ്ങനെ ഇരുന്ന് നേരം വെളുക്കുന്ന സമയത്ത്. വെളുപ്പിനെയായപ്പോൾ ആ ഞങ്ങളുടെ അയൽക്കാരി ഡോക്ടർ വന്ന് ചോദിച്ചു, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ രാത്രി മുഴുവൻ വേദനയായിരുന്നു. അവർ പറഞ്ഞു, ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരുടെ കാർ തന്നെ ഇറക്കിക്കൊണ്ടുവന്ന് എൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ട്
ഉത്രാടം തിരുനാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ട്രിവാൻഡ്രം. ഡോക്ടർ ഭാരചന്ദ്രനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ യു ആർ ലേറ്റ് ഫോർ 18 hours. 18 മണിക്കൂർ വൈകിയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി 6 മണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ട ആ മരുന്ന് കൊടുത്താൽ പ്രയോജനപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ പകൽ മുഴുവൻ ഞങ്ങൾ വേദനയോടുകൂടെ കഴിഞ്ഞൊരു പകലാണ്. ഇപ്പൊ ഡോക്ടറുടെ അടുക്കൽ നിന്ന് ഇറങ്ങി ഞാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വേദനയാണല്ലോ, പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണല്ലോ, രക്ഷപ്പെടും എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. കൊറോണറി കെയർ യൂണിറ്റിന് മുമ്പിൽ എൻ്റെ മക്കളെ ഇരുത്തിയിട്ട് ഞാൻ സ്കൂട്ടറിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ കിടക്കുന്ന കിടക്കയുടെ അരികിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവെ, നീ തരുന്നത് നന്മയായാലും നീ തരുന്നത് തിന്മയായാലും ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു. നിന്റെ നാമം മഹത്വപ്പെടണം എന്ന്. കർത്താവെ, നീ തരുന്നത് നന്മയായാലും നീ തരുന്നത് തിന്മയായാലും ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു. നിന്റെ നാമം മഹത്വപ്പെടുന്നു. ഇത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു വാക്യം പോലും അധികം ഞാൻ പറഞ്ഞില്ല. അന്ന് ഞങ്ങൾക്ക് വളരെ തിരക്കേറിയ മിഷനറി പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുരവിമല എന്ന് പറയുന്ന സ്ഥലത്ത് സഹ്യാദ്രിയുടെ തെക്കേ താഴെ അറ്റത്ത് കാട്ടിൽ, നെയ്യാർ റിസർവോയറിന്റെ അക്കരെ കാട്ടിൽ പുരവിമല എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് കാണികൾ എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ മിഷൻ പ്രവർത്തനങ്ങളിൽ പുരവിമലയിൽ എന്നോടൊപ്പം വരുന്ന എൻ്റെ സ്നേഹിതരോടൊപ്പം എൻ്റെ ഭാര്യ വന്ന് ആ കാട്ടിലൂടെ ഓടിച്ചാടി കയറി ഒക്കെ ഈ ഓരോ ഊരുകളിലേക്ക് പോകുന്നത്, വീടുകളിലേക്ക് പോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരിക്കലൊരു പെരുമ്പാമ്പിന്റെ മുകളിലൂടെ എൻ്റെ ഭാര്യ ചാടി പോകുന്നത് ഞാൻ കണ്ടു. അറിയാതെ പെരുമ്പാമ്പാണെന്ന് മനസ്സിലായില്ല. എൻ്റെ മണ്ടറിക്കോട്ട് ചാടി കഴിഞ്ഞപ്പോഴാണ് പെരുമ്പാമ്പാണെന്ന് മനസ്സിലായത്. അങ്ങനെയൊക്കെ പോയ എൻ്റെ ആ ഭാര്യയെ എനിക്ക് തിരിച്ചു തരണം, എൻ്റെ ശുശ്രൂഷയ്ക്ക് അവളെ എനിക്ക് കൂട്ടായി തരണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നീ തരുന്നത് നന്മയായാലും നീ തരുന്നത് തിന്മയായാലും സ്തോത്രത്തോടെ സ്വീകരിക്കണം. ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണുനീര് തുടച്ചു. ഹോസ്പിറ്റലിൽ വന്നു. അതിന് പകൽ മുഴുവൻ അവിടെ ഇരുന്നു. അടുത്ത ദിവസം വെളുപ്പിന് ഡോക്ടർ എന്നെ വിളിച്ചു, അകത്തേക്ക് കൊണ്ടുപോയി. അന്ന് എൻ്റെ കൂടെ ഞങ്ങളുടെ നെയ്ബറായിരുന്ന മേമോൾ എന്ന് പറയുന്ന സഹോദരി ഉണ്ടായിരുന്നു, മേമോൾ തോമസ്. അന്ന് ഞങ്ങളുടെ അയൽക്കാരിയായിരുന്നു, പിന്നീട് ഞങ്ങളുടെ ബന്ധുക്കാരിയായി മാറി. ആ മേമോൾ എന്ന് പറയുന്ന മറിയാമ്മ ഫെൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ ഭരചന്ദ്രൻ കുറെ നേരം എന്നെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു, വളരെ അത്ഭുതകരമാണ്, 18 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്തിട്ടും ആ മരുന്ന് നിങ്ങളുടെ ഭാര്യയുടെ ശരീരം സ്വീകരിച്ചു, ഷീ ഈസ് ഗെറ്റിംഗ് വെൽ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, എൻ്റെ ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണല്ലോ എന്ന്. പുറത്തിറങ്ങി ആ പകൽ മുഴുവൻ നന്മ മാത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിനെ ഞാൻ സാക്ഷിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി ഞാനും കുഞ്ഞുങ്ങളും ആ ചുരുൾ കസേരയിൽ കൊറോണറി കെയർ യൂണിറ്റിന്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങിയും ഉറങ്ങാതെയും ഇരുന്ന് നേരം വെളുപ്പിക്കുമ്പോൾ ഏതാണ്ട് 5:30 കാണും വെളുപ്പിനെ. ആ ഉറക്കം ഇങ്ങനെ അവസാനിക്കുന്ന നിമിഷങ്ങളിൽ അറിയാതെ ആ ചുരുൾ കസേരയിൽ ഇരുന്നു കൊണ്ട്, കൊറോണറി കെയർ യൂണിറ്റിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പാടാൻ തുടങ്ങി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ഈ പാട്ടിന്റെ എല്ലാ വേഴ്സും വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളാണ്. ഒത്തിരി അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നു. പാപമെല്ലാം മറക്കുന്നവൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പലരും പാപമെല്ലാം ക്ഷമിക്കുന്നവൻ എന്നാണ് പാടുന്നത്. തെറ്റാണ്, അങ്ങനെയല്ല പാടേണ്ടത്. എൻ്റെ ദൈവം പാപം ക്ഷമിക്കുന്നവനല്ല, എൻ്റെ ദൈവം പാപം മറക്കുന്നവന്. ക്ഷമിക്കുന്നത് പിന്നെ ഓർക്കാൻ പറ്റും, പക്ഷെ മറക്കുന്നത് പിന്നെ ഒരിക്കലും ഓർക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവത്തിന് പിന്നെ ഓർക്കുവാൻ പോലും കഴിയില്ല എന്നാണ്. വായിച്ചു നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 25-ാം വാക്യം, ജെറമ്യാവ് 31-34. ഇവിടെയൊക്കെയും നിങ്ങളുടെ പാപം ഞാൻ മറക്കുന്നു, ഇനി ഓർക്ക പോലുമില്ല. ഓർക്കാൻ കഴിയാത്തവണ്ണം മറക്കുന്നതല്ലേ നമുക്ക് വേണ്ടത് ദൈവം? ഞാൻ എൻ്റെ ദൈവസന്നിധി ഏറ്റു പറയാറുണ്ട്, കർത്താവേ, നീ എൻ്റെ പാപം ഓർക്കാത്തത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. പാപമെല്ലാം മറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് മറക്കുന്നവൻ എന്ന് തന്നെ അത് പാടണം. അതുകൊണ്ട് ആ ഒരു കറക്ഷൻ ഈ പാട്ട് പാടുമ്പോൾ
നിങ്ങൾക്കുണ്ടാവണം. പിന്നെ ട്യൂണിന്റെ കാര്യത്തിൽ ഇത് പലരും പല രീതിയിലാണ് പാട്ട് പാടുന്നത്. താഴോട്ടുള്ള വേർഡ്സ് ഒക്കെ പലരും പല രീതിയിൽ പാടുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റാൻസ ഒന്ന് പാടി അതിന്റെ യഥാർത്ഥ ട്യൂൺ ഞാൻ പെട്ടെന്നൊന്ന് പാടി അവസാനിപ്പിക്കാം. എബി പറഞ്ഞ സമയമായി, നിർത്തേണ്ട സമയമായി. ഇനി ഒരു പാട്ടുകൂടെ അധികം നടക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനഖിലം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മധുരമായി മാറ്റിടുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ, മധുരമായി മാറ്റിടുമേ. അങ്ങനെയാണ് ലാസ്റ്റ് ലൈൻസ്. അവനാലയത്തിൻ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടുമനുദിനവും. അവനാലയത്തിൻ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടുമനുദിനവും. നല്ലവനെ പാടുന്ന പോലെ തന്നെയാണ്. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. അടുത്ത പാട്ട് ദൈവമേ നിനക്ക് സ്തോത്രം എന്നുള്ള പാട്ടാണ്. ആ പാട്ട് കൂടെ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മാനസാന്തരത്തിന്റെ കഥ പറയുന്ന ഒരു പാട്ടാണ് ദൈവമേ നിനക്ക് സ്തോത്രം എന്ന പാട്ട്. ദൈവത്തെ അറിയാതെ, കർത്താവിനെ അറിയാതെ ഓടി നടന്ന വഴികളിൽ എൻ്റെ പിന്നാലെ വന്ന കർത്താവിനെ കുറിച്ച് ഓർത്ത് ഞാൻ എഴുതിയ പാട്ടാണ്. ഞാൻ പറഞ്ഞൊരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചിട്ട് അതിനെന്നെ കൊള്ളൂല്ല എന്ന് എൻ്റെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ കൊള്ളാവുന്ന പിന്നെ വഴികളൊക്കെ നേടിപ്പോയി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പോയത്, ഒരു നാടക നടനായി ജീവിച്ചത്. ഒക്കെ നാടക നടൻ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ആക്ടർ ആയിരുന്നു കോളേജിൽ. അത് കഴിഞ്ഞ് അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു നാടക മത്സരത്തിൽ ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ഇന്നത്തെ പോലെ ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും പ്രസിദ്ധി അതിന് ലഭിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു പ്രൊഫഷണൽ നാടകത്തിൽ നടനായിരുന്നു. MG സോമന്റെ കൂടെയും പങ്കജവല്ലിയുടെ കൂടെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ച് നടന്നവരാണ്. അങ്ങനെ സമരം ചെയ്ത് ജയിലിൽ കിടന്നവൻ, അട്ടകുളങ്ങര സബ് ജയിലിൽ ഗോതമ്പുണ്ട് തന്നെയും കിടന്നവൻ, അങ്ങനെ പല ജയിലിൽ കിടന്നു. കോടതിയില് പ്രതിയായി കയറി നിന്നു, തൊഴിലാളികൾക്ക് വേണ്ടി കേസ് പറഞ്ഞു, ട്രെയിൻ സമരം നടത്തി, പിക്കറ്റ് ചെയ്തു, അങ്ങനെ സെക്രട്ടേറിയറ്റ് നട പിക്കറ്റ് ചെയ്തു, ജയിൽ വാസം ഭരിച്ചു. ഇതെല്ലാം ചെയ്തു. അങ്ങനെ പോകുമ്പോഴൊക്കെ എൻ്റെ കർത്താവിന്റെ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവസാനം അവൻ എന്നെ ഒരു ഇരയെ പോലെ, വേട്ടപ്പട്ടിയെ പോലെ വന്ന് പിടിച്ച് അവന്റെ നാവിൽ ഒതുക്കി. 7/7/77 എന്ന് പറഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ കർത്താവിന് എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തു. വീണ്ടും അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കർത്താവ് എന്നോട് വിശ്വസ്തനാണ്. ഞാൻ അവനോട് അവിശ്വസ്തനായി പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ അവൻ എന്നോട് വിശ്വസ്തനാണ്. ആ യാത്രയെക്കുറിച്ച്, എൻ്റെ പിന്നാലെ ഓടി വരുന്ന ആ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കോളേജ് ക്ലാസ്സിൽ പഠിച്ച ഫ്രാൻസിസ് തോംസന്റെ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന കവിത ഓർത്തു. ആ കവിതയിൽ ഇതുപോലെയാണല്ലോ, വേട്ടപ്പട്ടി ഒരു വേട്ട ഇരയെ തേടി അതിന്റെ പിന്നാലെ ഓടുന്നതാണല്ലോ വിഷയം. അതുകൊണ്ട് ഞാൻ ആ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഓർത്തപ്പോൾ അറിയാതെ ഇരുന്ന് ആ ധ്യാന നിമിഷങ്ങളിൽ പാടിപ്പോയി. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. നിന്നെ അറിഞ്ഞിടാതെ പോയ ആ വരികളാണ് ആദ്യം കിട്ടുന്നത്. അങ്ങനെ പാടി എൻ്റെ കർത്താവ് എന്നെ പിടിച്ചൊതുക്കിയ അവന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആലപിക്കുകയുണ്ടായി. എൻ്റെ ഗാനങ്ങളിലെല്ലാം ഈ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് അവന് പകർന്നു തന്ന സ്നേഹം,
ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. അവനെ അറിയാതെ പോയ പാതയിൽ അവൻ എന്നെ പിടിച്ച് അവൻ എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. ആ പാട്ട് ഞാൻ പാടുന്നു. അത് ക്രൈസ്തവ കൈരളിക്ക് ഞാൻ ദാനം നൽകുന്നു. ദൈവം ആ ഗാനങ്ങളിലൂടെ അനേകായിരങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എല്ലാ ദിവസവും രാത്രിയില് ഞാൻ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഗാനങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഗാനങ്ങൾ പാടുന്ന സർവ്വജനത്തിനു വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ആ പ്രാർത്ഥനയിൽ നിങ്ങളുമുണ്ട് എന്ന് ഓർക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. I now invite Professor Dr. Jacob Chacko, a member of our Namukku Paadam group, former Professor Cusat, to say a few words for the vote of thanks. Thank you. ഇപ്രകാരം ഏറ്റവും അനുഗ്രഹപ്രദവും സ്വർഗീയ അനുഭൂതി പകർന്നു തരുന്നതുമായ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കോശി തൽക്കൽ സാറിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും സാറിനെ നേരിട്ട് കേൾക്കാനും സാറിൽ നിന്ന് പാട്ടുകൾ പഠിക്കാനും ലഭിച്ച ഈ അവസരം ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്നു. ഗാനരചയിതാവ് തന്നെ ഗാനങ്ങളുടെ പശ്ചാത്തലവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദർശനവും വിവരിച്ചത് വളരെയേറെ പ്രചോദനമായി. പാട്ടുകളോടൊപ്പം സാറിന്റെ ദൂതും അത്യത്ഭുതകരമായ അനുഭവ സാക്ഷ്യവും ഞങ്ങളുടെ ഹൃദയങ്ങളോടാണ് ഇടപെട്ടത്. ദൈവം തന്റെ ദിവ്യ ആത്മാവിനാൽ സാറിനെ നിറച്ചത് എങ്ങനെ എന്നറിയാൻ ഇടയായത് ഞങ്ങളെ ഏറെ സ്പർശിച്ചു. ദൂരദേശത്തു നിന്നാണെങ്കിലും ഇപ്രകാരമുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനോട് ഇടപെടാനുള്ള സാവകാശവും സമയവും കണ്ടെത്തിയതിന് ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ഹൃദയംഗമായ നന്ദിയും കടപ്പാടും പ്രത്യേകമായി സാറിനോട് അറിയിക്കുന്നു. തുടർന്നും സാറിന് സമയവും സാവകാശമുള്ളപ്പോൾ ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങൾ ഒരുക്കത്തോടെ വന്നു ചേർന്ന് കൊള്ളാം. താങ്ക് യു വെരി മച്ച് സർ. മേ ദ ലോർഡ് യൂസ് യു ഈവൻ മോർ അബണ്ടന്റ്ലി ഫോർ ദ ഗ്ലോറി ഓഫ് ഹിസ് നെയിം. തിരശീലയുടെ മറവിൽ നിന്നുകൊണ്ട് ഈ മീറ്റിങ്ങിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയ പ്രിയ എബി എബ്രഹാമിനോടുള്ള ഞങ്ങളുടെ കടപ്പാടും നിസ്സീമമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് പാടാമെന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായി ചേരുവാൻ താല്പര്യമുള്ളവർ ദയവായി അതിന്റെ ഗ്രൂപ്പ് അഡ്മിൻ ശ്രീ മോഹൻദാസുമായി ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ദയവായി ശ്രദ്ധിക്കുക: 9287410222. I repeat, 9287412222. Thank you all very much. ദൈവം നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. താങ്ക് യു.